സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ അധികാരത്തിന്റെ കസേരയിൽ കയറാൻ എന്തിനാണ് ഈ സമുദായം ഇഷ്ടപ്പെടുന്നത്? ഒരു പുണ്യവുമില്ലല്ലോ. പിന്നെ എന്തിനാണ് മത്സരം? ഇലക്ഷനേക്കാൾ വലിയ മത്സരമാണ് പാർലമെന്റ് ഇലക്ഷനേക്കാൾ, നിയമസഭയേക്കാൾ വല്ലാത്ത മത്സരമാണ്. 200 കുടുംബങ്ങളുള്ള പള്ളിയുടെ അധികാരത്തിന് വേണ്ടി മനുഷ്യർ മത്സരിക്കുമ്പോ എത്ര പോലീസാണ് കാവല്, എത്ര പട്ടാളമാണ് കാവല്? എന്താണ് നിങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നത്? ഏത് രാജ്യമാണ് പിടിച്ചെടുക്കാൻ പോകുന്നത്? അല്ലാഹുവേ, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന 200 അംഗങ്ങളുള്ള ഈ പള്ളിയുടെ കമ്മിറ്റിയുടെ മത്സരമാണ്, ഇലക്ഷനാണ്. 2 വണ്ടി ഇടിവണ്ടി പോലീസ് വന്ന് കിടക്കുകയാണ്. എന്തിനാണ് ഈ പള്ളിയുടെ അധികാരത്തിൽ കയറാൻ പിടിച്ചു തോന്നുന്നത്? ആ പണമെടുത്ത് തിരിമറി ചെയ്യാനല്ലേ? അധികാരത്തിന്റെ പേരിൽ ദുനിയാവിൽ വഞ്ചന കാണിക്കാനല്ലേ? അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പള്ളി ഭരിക്കാനാണോ? അല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ കാലഘട്ടത്തിൽ സംസാരിക്കുമത്രേ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയുണ്ടായി, എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ? എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യതകല്ലമു റജുലുൻ ഫീ അംരിൽ ആമ്മ മല്ലം യതകല്ലം ഖബലു. ഇന്നേവരെ പൊതുവായ ജനങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാത്ത വ്യക്തി, ജനങ്ങളുടെ മുൻനിരയിലേക്ക് കടന്നു വരാത്തവൻ, ഇന്നേവരെ ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാത്തവൻ, അധികാരത്തിന്റെ കസേരയിലേക്ക് കടന്നു വരികയും പൊതുവായ ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അവൻ ഉത്സാഹം കാണിക്കുകയും ചെയ്താൽ അവനാണ് വിഡ്ഢി, അവനാണ് അഹ്മഖ്, അവനാണ് റുവൈബിള. അവൻ വന്ന് സംസാരിക്കാതെ ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലാകട്ടെ, പഞ്ചായത്തിലാകട്ടെ, വാർഡിലാകട്ടെ, അധികാരത്തിലാകട്ടെ, ഇന്ന് പുറമ്പോക്കൽ കഴിയുന്നവനാണ് പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുക. അവനാണ് തീരുമാനിക്കുന്നത്. എംബോക്കികൾ, വരപ്പാളികൾ കയറി രംഗത്തേക്ക് വരും. അവരായിരിക്കും കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുക. അവരെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. ഏത് മേഖലകളാകട്ടെ, മദ്രസകളാകട്ടെ, പള്ളികളാകട്ടെ, പഞ്ചായത്താകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, കോർപ്പറേഷൻ ആകട്ടെ, കേരളമാകട്ടെ, ഇന്ത്യ ആകട്ടെ, എവിടെ ആയാലും അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ അരികിലേക്ക് വന്നിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനി, എനിക്ക് ഈ അധികാരം നൽകുമോ നബിയേ? എന്നെ ഈ പള്ളിയുടെ പ്രസിഡന്റ് ആക്കുമോ നബിയേ? ഈ നാടിന്റെ ഉദ്യോഗസ്ഥം ഏറ്റെടുക്കാൻ എന്നെ അനുവദിക്കുമോ നബിയേ? ഈ നാടിന്റെ പഞ്ചായത്ത് മെമ്പറാകാൻ എന്നെ അനുവദിക്കുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അബൂദർ പറയുകയാണ്, ഫളറബ ബിയദിഹി അലാ മൻകിബി, എന്റെ തോളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൊണ്ട് തട്ടിയിട്ട് നബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ അബൂദർ ഇന്നക ലഈഫുൻ വഇന്നഹാ അമാന, നീ ബലഹീനനാണ് അബൂബക്കറേ, നീ ബലഹീനനാണ് അബൂദറേ. ഈ ഒരു ഉത്തരവാദിത്തം ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഇതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് അബൂദറേ, നീ ബലഹീനനാണ്, ബലഹീനനാണ്. ഈ പണി നീ ഏറ്റെടുക്കണ്ട. മനസ്സിലായോ? പഞ്ചായത്തിന്റെ പണി ഏറ്റെടുത്തിട്ട് ഏതെങ്കിലും പാവപ്പെട്ടവൻ വീടില്ലാതെ, കൂടില്ലാതെ, ലൈറ്റ് ഇല്ലാതെ, വെളിച്ചമില്ലാതെ കിടന്നാൽ പഞ്ചായത്ത് മെമ്പർ നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണം. വാർഡ് മെമ്പർ പറയണം, പ്രസിഡന്റ് പറയണം, സെക്രട്ടറി പറയണം. പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ഏതെങ്കിലും ഫാൻ കറങ്ങാതിരുന്നാൽ നാളെ റബ്ബിന്റെ മുന്നിൽ എത്ര ദിവസം അത് കറങ്ങിയില്ല, എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണം. ബാത്റൂം മോശമായി കിടക്കുന്നു, മുനിസിപ്പാലിറ്റിയുടെ ബാത്റൂം പിന്നെയും കൊള്ളാം. അള്ളാഹുവിന്റെ ഇബാദത്ത് എടുക്കാൻ വരുന്ന മസ്ജിദിന്റെ ബാത്റൂമുകൾ കക്കൂസ് ഒന്ന് കയറി അപ്പളെ ബോധം കെട്ട് അവിടെ വീഴും. ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും അനസ്തേഷ്യ ചെയ്ത് ഓപ്പറേഷൻ അനസ്തേഷ്യ ഡോക്ടർക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, നമ്മുടെ പള്ളിയുടെ ബാത്റൂമിൽ കൊണ്ടൊന്ന് മണപ്പിച്ചിട്ട് ഒന്ന് കൊണ്ടുവിട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഒരു 4-5 മണിക്കൂറൊക്കെ ആയതുകൊണ്ട് ബോധം ഉണ്ടാവില്ല. ആ കോലത്തിൽ മഞ്ഞ കളറായിട്ട് കിടക്കാൻ ബാത്റൂമുകൾ. പള്ളിയോ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന കാർപ്പറ്റ് കൊണ്ട് അടിച്ചു പൊളിച്ച് അടിപൊളിയായി. എന്താ കാർപ്പറ്റ്?
നല്ല ഉഴുതൊക്കെ പുകച്ച് പള്ളി അടിപൊളി തന്നെ. ജിദ്ദേന്നോട് കാർപ്പറ്റ്, മക്കേന്നോട് മദീനയോട് നമ്മുടെ ഉസ്മാൻ കാക്ക നിയത്ത് ചെയ്തതാ. അൽഹംദുലില്ലാഹ് നല്ല സുജൂദ് ചെയ്തപ്പോൾ നല്ല മണം. ഉസ്മാൻ കാക്കയുടെ മണം അതിനകത്ത് അടിക്കുന്നുണ്ട്. സുജൂദ് ചെയ്തപ്പോഴേക്കും നല്ല റാഹത്ത്. പള്ളിയുടെ ബാത്റൂം പരിസരങ്ങൾ ഹൗലിന്റെ കരയൊക്കെ കാല് തെറ്റി വീഴുകയാണ്. എങ്ങനെ തെറ്റി വീഴുന്നത്? ആളുകളുടെ കാർക്കിച്ച തുപ്പൽ കഫത്തിൽ തട്ടിയിട്ട് തെറ്റി വീണു പോവുകയാണ്. നമ്മൾ അറിയുന്നില്ല. അതൊന്നും വൃത്തിയാക്കാൻ ആരുമില്ല, കമ്മിറ്റിക്കാരില്ല. ഉസ്താദിനെ എണ്ണാൻ വരും. ഉസ്താദ് സുബൈക്ക് വന്നോ, ഉമറിന് വന്നോ, അസറിന് വന്നോ, ജമാഅത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഉസ്താദന്മാര് അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ്. ജമാഅത്തിൽ ലൈറ്റ് ഇല്ല, ചെലന്തിവരെ അടിച്ചിട്ട് ദിവസങ്ങളായി, വർഷങ്ങളായി, മാസങ്ങളായി. പരിശുദ്ധമായ റമളാൻ മാസം വരുന്നു. ആര് വൃത്തിയാക്കുന്ന പള്ളി? എന്തിനാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാ ഹത്താ യതബാഹൻ നാസു ബിൽ മസാജിദി. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, അന്ത്യം സംഭവിക്കുകയില്ല. മസ്ജിദിന്റെ പേരിൽ, പള്ളിയുടെ പേരിൽ ജനങ്ങൾ പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ. ഞാൻ പള്ളിയുടെ പ്രസിഡന്റാണ്, ഞാൻ പള്ളിയുടെ മെമ്പറാണ്, ഞാൻ പള്ളിയുടെ ഖജാൻജിയാണ്, ഞാൻ പള്ളിയുടെ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ പള്ളി 2 കോടിയുടെയാണ്, ഞങ്ങളുടെ പള്ളിക്ക് 9 മിനാരുണ്ട്, ഞങ്ങളുടെ പള്ളിയുടെ മെമ്പർ മെഹ്റാബ് നിലമ്പൂർ തേക്കിന്റേതാണ്, ഞങ്ങളുടെ പള്ളിയിൽ കിടക്കുന്ന കാർപ്പറ്റ് ഞങ്ങൾ മദീനയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇങ്ങനെ ജനങ്ങൾ പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, മാ ഉമിർതു ബിതശീദിൽ മസാജിദി. പള്ളികൾ അടിച്ചുപൊളിയായി കെട്ടിപ്പൊക്കാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടേയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമല്ലേ? വീണ്ടും ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ഹല്ലൈതും ഇദാ സഖറഫ്തും മസാജിദകും വഹല്ലൈതും മസാഹിഫകും ഫദ്ദിമാറു അലൈക്കും. മസ്ജിദുകളെല്ലാം അടിച്ചുപൊളിച്ച് കെട്ടിപ്പൊക്കുന്നത് കണ്ടാൽ, ആ പള്ളി അലങ്കാരികമായ അവസ്ഥയിൽ പള്ളി പരിപാലിക്കുന്നത് നിങ്ങൾ കണ്ടാൽ, അലങ്കാരികമായ കോലത്തോ മനോഹാരിതമായ ചേതോഹാരിതമായ നിലയിൽ പള്ളിയുടെ വർണ്ണങ്ങൾ കണ്ട് ജനങ്ങൾ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം കണ്ടാൽ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടാതെ പള്ളികളുടെ അലമാരകളിൽ ഷോക്കേസുകളിൽ കാഴ്ച വസ്തുവായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം സഹാബത്തെ നിങ്ങൾ കണ്ടാൽ, രക്തച്ചൊരിച്ചിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. പള്ളിയിലെ പള്ളിയുടെ പേരിലല്ലേ അടി? എ ഗ്രൂപ്പിന് പള്ളി, ബി ഗ്രൂപ്പിന് പള്ളി, സി ഗ്രൂപ്പിന് പള്ളി, എ ബി പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് പള്ളി, ബി നെഗറ്റീവുകാർക്ക് പള്ളി. ഇതിനുവേണ്ടി അടിയല്ലേ? ഇത് ഉണ്ടാവുമെന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയേ ഇല്ല. നേരത്തെ ജാമ്യം എടുത്തുന്ന ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് ഹദീസ് ഓതിട്ട് പറയുന്നത്, അല്ല വ്യക്തിപരമായിട്ടല്ല. ഹദീസ് ഓതിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം. അത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം, ആർക്ക് വേണമെങ്കിലും അംഗീകരിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുത്തായ വാക്കാണ് ഹബീബായ തങ്ങളുടെ അത്ഭുതങ്ങൾ. ഖിയാമത്ത് നാൾ അടയാളം. അടിപൊളി പള്ളിയാണ്, എവിടെ നോക്കിയാലും രസമല്ലേ പള്ളിയിൽ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച പള്ളിയാണ്. നിസ്കരിക്കാൻ ആരെയുള്ള? എക്സ്പയർ ആയ കുറെ കിളവന്മാർ. ആരെയുള്ള നിസ്കരിക്കാൻ? ആര് നിസ്കരിക്കാൻ? എവിടെ വരാൻ? ആ പള്ളിയുടെ പരിസരത്ത് കൂടെ നടന്നു പോയാൽ പോലും പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാറില്ല. അതിന്റെ വിധങ്ങൾ പറഞ്ഞ വാക്കാ. എവിടെ നോക്കിയാലും പള്ളി. ഒരു 4 കൂടുന്ന മുക്കിൽ ഒരു പള്ളി, 10-15 വീടുകൾ, അവിടെ ഒരു പള്ളി, ഇവിടെ ഒരു പള്ളി, എവിടെ നോക്കിയാലും പള്ളി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂം മിൻ ഖത്റാബിസ്സാ അൻ തത്തഖിദൽ മസാജിദ തുറഖാ. ഖിയാമത്തിന്റെ അടയാളമാണ്, ഖിയാമത്തിന്റെ അടയാളമാണ് അൻ തത്തഖിദൽ മസാജിദ തുറഖാ. വഴിയോരങ്ങളിൽ പള്ളികൾ അധികരിക്കൽ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ഹത്താ തമുറ റജുലു ബിൽ മസാജിദി ലാ യുസല്ലി ഫീഹി റകഅതൈൻ. ആ പള്ളിയുടെ പരിസരത്ത് കൂടി സാദിഖായ ജനങ്ങൾ നടന്നു പോകും, പക്ഷേ ആ പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ അവൻ മനസ്സ് കാണിക്കാറില്ല. ആ പള്ളിയിൽ കയറി നമസ്കരിക്കാനുള്ള തള്ളിയിടം അവനുണ്ടാവുകയില്ല. ആ പള്ളി ഒരു വഴിയായി കാണുകയും പള്ളിയുടെ മുറ്റത്തിലൂടെ അവനവന്റെ വീട്ടിലേക്കോ കടകളിലേക്കോ യാത്ര ചെയ്തു പോകും. പക്ഷേ ആ പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ അവന്റെ മനസ്സ് അനുവദിക്കുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി ചില
പള്ളികളുടെ പരിസരത്തൂടെയൊക്കെ വഴിയായിരിക്കും നമ്മുടെ മക്ബറയുടെ പരിസരത്ത്, മക്ബറ മയ്യത്തടക്കുന്ന സ്ഥലത്തൂടെ ശ്മശാനത്തിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ അതൊക്കെ പള്ളി നമ്മുടെ വീട്ടിലേക്ക് പോകും. പക്ഷെ അപ്പോൾ ളുഹർ നിസ്കാരം നടക്കും, അസ്ർ നിസ്കാരം നടക്കും, മഗ്‌രിബ് നിസ്കാരം നടക്കും. ലാ യുസല്ലി ഫീഹി റകഅത്തൈൻ, അവിടെ 2 റക്അത്ത് നമസ്കരിക്കൂല. അങ്ങോട്ട് തള്ളിയിട്ടാൽ ഖബർസ്ഥാനിലോട്ട് വീഴുന്നല്ലാതെ പള്ളിക്കകത്തോട്ട് കയറൂല, വീഴയില്ല. അങ്ങനെ അബദ്ധമൊന്നും പറ്റില്ല. അത്രയ്ക്ക് ഒരു പേടിയില്ല. പണ്ടൊക്കെ മക്ബറയുടെ പരിസരത്തോടൊക്കെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു, മയ്യത്തടക്കുന്ന സ്ഥലത്തോടൊക്കെ പോകുമ്പോൾ. ഇപ്പൊ ഉമ്മാർക്കൊന്നും പോകാനൊരു പേടിയില്ല. കാരണം എന്താ, കാട്ടറ അടിച്ചിട്ടല്ലേ പോവാ. എന്ത് കബർ, എന്ത് മയ്യത്ത്, എന്ത് കുഴി, എന്താ സംഭവം. അകത്ത് കിടക്കുന്ന ഇതിനേക്കാളും വലിയ പാമ്പ്. പിന്നെ അങ്ങനെയാണ് ഈ കബറിലെ പാമ്പ് കണ്ടിട്ട് ഇവരിപ്പോ എന്ത് പേടിയാണ്. അമ്മ പരിസരത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകും. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്. പള്ളിയുടെ പരിസരത്തൂടെ നടന്നു പോയിട്ട് പള്ളിയിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ ഒരു താല്പര്യം കാണിക്കാത്തത് ഖിയാമത്തിന്റെ അടയാളമാണ്.